ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു നെക്ക് പാറ്റേൺ ആണ്. വളരെ എളുപ്പത്തിൽ കുർത്തയിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു നെക്ക് പാറ്റേൺ. അതിനിവിടെ ഇതുപോലത്തെ ഒരു ഫ്രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലെ രണ്ടായി മടക്കി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഈ തുണി എടുത്ത് 2 ഇഞ്ച് നീളവും വീതിയും അടയാളപ്പെടുത്തി ഇതുപോലെ തുണീനെ വെട്ടിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇവിടെ വെട്ടിക്കഴിഞ്ഞു. ഇനി ഈ പീസിന് നമ്മളിതുപോലെ കോണായി മടക്കി പിന്നെയും ഇതുപോലെ മടക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇത് നമ്മൾ നെക്കിൻ്റെ അവിടെ വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ. ഇനി നമുക്കിതെങ്ങനെ ചെയ്യണേ നോക്കാം. ഇത് ഫ്രണ്ട് പീസാണ്. ഇതിന് ഞാൻ ചീത്തവശത്തേക്ക് മറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം നെക്കിൻ്റെ ഇറക്കം എത്രയാണ് വരണേ അതിവിടെ അടയാളപ്പെടുത്താം. ഞാനിവിടെ ഇപ്പോൾ ഒരു 5 ആണ് എടുക്കുന്നത്. ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുക. കൈക്കുഴി 7 ഇഞ്ച് കൊടുക്കുകയാണ്. കഴുത്തിന് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് നെക്കിന് കൊടുക്കാൻ പോകുന്നത്. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. ബോട്ട് നെക്കായാലും ഏത് ഷേപ്പ് നെക്കായാലും നമുക്ക് ഈ ഡിസൈൻ ചെയ്യാവുന്നതാണ്. താഴേക്ക് ഇതുപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ നെക്കിൻ്റെ ഇറക്കം മുതൽ താഴേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര ഇറക്കം വേണ്ടത് അതനുസരിച്ച് നമുക്ക് അടയാളപ്പെടുത്താം. ഞാനിപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ നെക്ക് നമുക്ക് വെട്ടിക്കൊടുക്കാം. നെക്കും കൈക്കുഴി ഇതുപോലെ വെട്ടി മാറ്റാണ്. ഇനി ഈ ഭാഗം 7 ഇഞ്ച് മാർക്ക് ചെയ്ത 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം അതുപോലെ വെട്ടാം. ഇനി നമുക്ക് ഈ തുണീനെ ഒന്ന് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. ഇതുപോലെ ഒരു പീസ് തുണി എടുക്കുക. ഇതിന് നീളം 9.5 ഇഞ്ചും വീതി 5 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഈ തുണീനെ നമ്മൾ മടക്കി ഈ വെട്ടിയ വശത്ത് നമ്മൾ വെച്ച് കൊടുക്കും. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഈ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ തയ്ച്ചു പോവാണ്. ശ്രദ്ധിക്കേണ്ടത് തുണീൻ്റെ നല്ല വശത്താണ് ഈ പീസ് വെക്കേണ്ടത്. നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നടുക്കിൽ കൂടെ നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും സ്റ്റിച്ചായി. ഇനി ഈ പീസിനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കും. ഭാഗം ഇതുപോലെ മടക്കി ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മടക്കി ഇതുപോലെ എൻ്റെ മുകളിൽ കൂടെ
അടിച്ചു കൊടുക്കുകയാണ്. മറ്റേ പീസ് ഇതിൻ്റെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത്. ഈ ഭാഗം പുറത്തും ഇത് ഉള്ളിലുമായിട്ടാണ് തയ്ക്കേണ്ടത്. ഇനിയാണ് നമ്മൾ ഈ പീസ് മടക്കി ട്രയാങ്കിൾ ഷേപ്പാക്കി ഈ നെക്കിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മൾ അടിച്ചു കൊടുക്കാൻ പോണത്. ഇതിപ്പോൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാൻ പാടുള്ളവർ ഇതുപോലെ എല്ലാ പീസും വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോളും. കണ്ടോ, ഇതുപോലെ അടിക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി എളുപ്പം ഉണ്ടാവും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. എല്ലാം ഒരേ അളവിൽ ഇരുന്നോളും. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ പീസ് വെച്ച് അതിൻ്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുക്കുക. ഇത് സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഈ നെക്ക് ഞാൻ ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ലൈനിങ് പീസ് ഇതുപോലെ എടുത്ത് തുണീൻ്റെ നല്ല വശത്ത് ലൈനിങ് പീസ് വയ്ക്കുക. അതിനുശേഷം നെക്കും കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ തുണീനെ നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ്. ഇപ്പം നമ്മളുടെ നെക്ക് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്.